പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പുളിപ്പില്ലാത്ത അപ്പം പെസഹ. പെസഹ ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനത്തിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ യഹൂദൻ്റെ കലണ്ടറിലെ ആദ്യത്തെ മാസമായ നീസാൻ മാസം അഥവാ ആബീബ് മാസം, നമ്മുടെ കലണ്ടറിൽ ജനുവരി മാസം ആദ്യത്തെ മാസമായിരിക്കുന്നത് പോലെ യഹൂദൻ്റെ കലണ്ടറിലെ 1-ാമത്തെ മാസമായ നീസാൻ മാസം അല്ലെങ്കിൽ ആബീബ് മാസം 15-ാം തീയതിയാണ് ഈ പെസഹ തിരുനാൾ. എന്തിൻ്റെ ഓർമ്മയായ? ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനതയുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. അത് ആദ്യത്തെ മാസമായ നീസാൻ മാസം 15-ാം തീയതി, 1-ാം മാസം 15-ാം തീയതി. അപ്പോൾ ഈ പെസഹ തിരുനാളും ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഈ പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഒരുമിച്ചാണ് ഇവർ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച കാലത്തോളം അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കും. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പെസഹ തിരുനാളിൻ്റെ ആഘോഷങ്ങൾ. പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ ഓർമ്മയാണ് പെസഹ. അപ്പോൾ ഈ പെസഹ തിരുനാൾ എവിടെ ആഘോഷിക്കണം? ഓരോ യഹൂദൻ്റെയും കുടുംബത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിലും പെസഹ ഭക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തണം. യേശുവിനെ സംബന്ധിച്ചും 12 അപ്പസ്തോലന്മാരെ സംബന്ധിച്ചും അവരവരുടെ വീടുകളിലല്ല അവർ താമസിക്കുന്നത്, ഇവർ ഒരുമിച്ചാണ്. അപ്പോൾ യേശുവും 12 അപ്പസ്തോലന്മാരും ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിലുള്ള സഹോദരന്മാർ ചോദിക്കുകയാണ്, നമ്മൾ എവിടാണ് പെസഹ ഭക്ഷിക്കുന്നത്? നമ്മൾ ആരുടെ വീട്ടിലാണ്? അപ്പോൾ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഈശോ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 18-ാമത്തെ വാക്യം യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും.